ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലുകോട. ഇപ്പോൾ മല്ലുകോടയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പോണൻറ്റ് ഡിവൈസ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റാണ്. നമ്മൾ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ നമ്മളെ ഡിവൈസിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഏതാണ്, അതുപോലെ ബിൽഡ് നമ്പർ, IMEI കോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഡിവൈസിന് കാണും. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ആ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ഡിവൈസ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗം, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, നമുക്ക് അതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഡിവൈസ് യൂട്ടിലിറ്റീസ് കിടക്കുന്നത് ഇവിടെ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഇതാ ഡിവൈസ് യൂട്ടിലിറ്റീസ് എന്നൊരു കമ്പോണൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാനതൊന്ന് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഡ്രാഗ് ചെയ്തു. ഇതും ഞാൻ പറഞ്ഞ പോലെ UI ബേസ്ഡ് അല്ല, ബ്ലോക്ക് ബേസ്ഡ് ആണ്. നമ്മൾ ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡിവൈസിൻ്റെ API, അതുപോലെ ഞാൻ ഏതൊക്കെ ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ബ്ലോക്ക് വഴി നോക്കാം. ഓക്കെ, ബ്ലോക്കിൽ നോക്കാം ഡിവൈസ് യൂട്ടിലിറ്റി. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ ഒരുപാട് ബ്ലോക്കുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഗ്രീനായിട്ടും ഒരു വയലറ്റായിട്ടും ഒരുപാട് ബ്ലോക്കുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഫങ്ഷൻ, ഓരോ എന്താ പറയുക, പ്രോപ്പർട്ടീസ് റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ റിട്ടേൺ ചെയ്യുന്ന റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേബൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ബ്ലോക്കിൽ സെറ്റ് ചെയ്യാണ്. നമുക്ക് ഡു ഇറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സെറ്റ് ലേബൽ, നമുക്ക് ഈ ലേബലിൻ്റെ ടെക്സ്റ്റ് എന്താക്കാം, ആദ്യം സ്ക്രീൻ ഇനീഷ്യലൈസ് എന്നൊരു ബ്ലോക്ക് കൊടുക്കാം. എന്നിട്ട് സെറ്റ് ലേബൽ 1 ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഓരോ പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ആദ്യം തന്നെ ഏതാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ആദ്യം തന്നെ ഈ ഗ്രീനിൽ കിടക്കുന്ന പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ആൻഡ്രോയിഡ് വെർഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യുന്നത് ആ ഡിവൈസിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ആയിരിക്കും. ഞാൻ ജസ്റ്റ് നോക്കാം. ഓക്കെ, 9 എന്നുള്ളത് ഞാൻ കണ്ടു. ഞാനിവിടെ എമുലേറ്റർ യൂസ് ചെയ്യുന്ന ഈ എമുലേറ്ററിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ എന്താണ്, 9 ആണ്, ആൻഡ്രോയിഡ് 9 ആണ്. അപ്പോൾ അതെന്ത് ചെയ്തു, ആ ലാബിൽ പ്രിൻറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ പറ്റും. API വെർഷൻ. ഓക്കെ, API വെർഷൻ നമുക്ക് കാണാൻ പറ്റും 28 ആണ്. API വെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് ഒരു എന്താണ് API വെർഷൻ സെറ്റ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ ഉണ്ടോ, ഇവിടെ പോയി കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എത്രാമത്തെ API ആണെന്ന് പറ്റും. ഓക്കെ, ഇതിൻ്റെ മാക്സിമം എത്ര API വരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മാക്സിമം കാണിക്കുന്നത് API 29 ഏത് കോഡുലാർ ആപ്പ്, ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ മാക്സിമം എത്രയാണ്, API 29. അപ്പോൾ ഇത് നമ്മൾ ഈ ഡിവൈസ്, ആ ഡിവൈസിൽ എത്ര വരെ പറ്റും, API 28 വരെ എന്താവും സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. ഏതാണ് ബോർഡ്, ബ്രാൻഡ്, ബിൽഡ് നമ്പർ, അതുപോലെ ഡിവൈസ് നെയിം എന്താണ്, പിന്നെ ഡിവൈസ് ID കിട്ടും, ഹാർഡ്വെയർ ID, ലാംഗ്വേജ് കോഡ്, ഇതൊക്കെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവൈസ് യൂട്ടിലിറ്റി വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിൽഡ് നമ്പർ നോക്കാം. ഓക്കെ, അതാ ബിൽഡ് നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബിൽഡ് നമ്പർ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒറ്റ ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. അതാണ് ഡിവൈസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ കമ്പോണൻ്റ് പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഞാനിത് നമ്മളിപ്പോൾ എന്ത് മാറ്റിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ബോർഡ് ഏതാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം, ഈ വയലറ്റിലുള്ള ഇതും അതുപോലത്തെ ഫങ്ഷനാണ്. EMI നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ സീരിയൽ നമ്പർ, പിന്നെ എത്ര ഇൻറ്റേർണൽ സ്റ്റോറേജ് അതിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എത്ര എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂസർ എത്രയാണ്, ടോട്ടൽ എത്രയാണ്,
എല്ലാം എന്ത് ചെയ്യും നമുക്ക് കിട്ടും. പിന്നെ ഈ എമുലേറ്റർ, ഇത് എമുലേറ്റർ ആണോ ചെക്ക് ചെയ്യാണ്. ഈ ആപ്പ് ഏതിനാണ്, എമുലേറ്ററിലാണോ എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എമുലേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, അതൊരു ബൂലിയൻ ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്, ഒരു ഒരു ടെക്സ്റ്റ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രിങ് ഓർ ഇൻഡ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. പക്ഷെ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂലിയൻ വാല്യൂ ആയിരിക്കും. എമുലേറ്റർ ആണെങ്കിൽ ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. ഈസ് ഇൻസ്റ്റാൾഡ് ഫ്രം പ്ലേ സ്റ്റോർ. ഈ ബ്ലോക്ക് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ ഇതും ഒരു ബൂലിയൻ വാല്യൂ ആയിരിക്കും. പക്ഷേ ഈ നമ്മൾ ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പ് അവൻ പ്ലേ സ്റ്റോർ വഴി ആണോ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബ്ലോക്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഓക്കെ, ഏകദേശം പിന്നെ ഹാസ് ഡേഞ്ചറസ് APK ഇൻസ്റ്റാൾഡ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ആപ്പ് എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത അവർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് കോപ്പി ടെക്സ്റ്റ് എന്നുള്ളത്. ഇത് നമുക്കൊരു ടെക്സ്റ്റ്, നമ്മളെ ആപ്പിലൊരു ടെക്സ്റ്റ് എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് എന്ത്, കോപ്പി ഈ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ്, ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ കോപ്പി ചെയ്യേണ്ടത്. എനിക്കിവിടെ ഈ ലേബൽ 1 ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എന്നുള്ളിടത്ത് പാരാമീറ്ററായിട്ട് ഇത് കൊടുക്കുക. എന്നിട്ട് സജസ്റ്റ് ടോസ്റ്റ് മെസ്സേജ് എന്നുള്ളിടത്ത് നമുക്കിപ്പോൾ കോപ്പി ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ്, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്താൽ മതി. എനിക്ക് ഞാൻ എന്ത് ചെയ്യണേ, കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കോപ്പീഡ് കൊടുക്കാൻ പോകണം. ഓക്കെ, കോപ്പീഡ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യും, ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയി കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് പേസ്റ്റ് എന്നുള്ളത് നമ്മൾ ലോങ് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ടെക്സ്റ്റ് ബോക്സിൽ ലോങ് ക്ലിക്ക് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ബ്ലോക്കുകളും. ഈ ബ്ലോക്ക് എന്താ നമ്മൾ അധികം ആപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ബ്ലോക്കുകൾ നമ്മളെ ആപ്പിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഈ യൂട്ടിലിറ്റി കമ്പോണൻ്റ് പറയാൻ തന്നെ മെയിൻ കാരണം ഈ ബ്ലോക്കാണ്. നമുക്കൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണിത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ബ്ലോക്കുകൾ യൂസ് ചെയ്യരുത് എന്നല്ല, അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് ഡിവൈസ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.